മതമാണ് പ്രശ്നം. ആ ചർച്ച നമുക്ക് കേൾക്കണ്ടേ? നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയ ഭയമാണ്, ഇവിടുത്തെ മുസ്ലിം ലീഗിനെ ഭയമാണ്, ഇവിടുത്തെ SDPI ഭയമാണ്. അതിനൊരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വലിയ മതേതരത്വമൊക്കെ വിളമ്പുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ മാസം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ശ്രീമാൻ KM ഷാജി ഒരു പ്രസ്താവന, ആ പ്രസ്താവനയിൽ പറയുന്നത് എന്താ അറിയോ? മതമല്ല പ്രശ്നം എന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയുകയാണ്. ആരാ പറയുന്നത്? KM ഷാജി പറയാണ്. KM ഷാജി, മുസ്ലിം ലീഗിന്റെ നേതാവായ KM ഷാജി പറയുകയാണ്, മതമാണ് പ്രശ്നം, ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നമെന്ന് ശ്രീമാൻ KM ഷാജി പറഞ്ഞിട്ട് മതേതരം വാരി വിളമ്പുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല KM ഷാജി തിരുത്തണമെന്നൊരു പ്രസ്താവന പറഞ്ഞു. എൻ്റെ രോമം എണീറ്റ് പോയി ആ ചോദ്യത്തിന് മുമ്പിൽ. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് മറുപടി പറയാൻ കഴിഞ്ഞോ? അസ്ത്രം കണക്കുള്ള ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യത്തിന് മുമ്പിൽ സകലരും സ്തബ്ധരായി പോയി നമുക്ക് പറയാം. ഹരിപ്പാട് മണ്ഡലത്തിൽ നടന്ന ജനജീവിയുടെ പ്രോഗ്രാമിലാണ് ഈ ചെറുപ്പക്കാരൻ ഈ ചോദ്യം ഉന്നയിച്ചത്. ഇത് സമീപകാലത്തായിട്ട് നടക്കുന്ന വലിയൊരു വിവാദമാണ്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞത് കൃത്യമായ വർഗീയതയാണെന്ന്. ഇനി ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ച നിങ്ങളോടൊന്ന് സംവദിക്കുകയാണ്. നിങ്ങൾക്ക് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ വന്ന് മാന്യമായിട്ട് എന്നെ തിരുത്താം. ഞാനത് എന്തായാലും വായിക്കുകയും ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് പണമുണ്ടെങ്കിൽ പോലും യഥേഷ്ടം വിഭവങ്ങൾ മേടിച്ച് ഭക്ഷിക്കാൻ വിഭവങ്ങളില്ലാത്തൊരു കാലഘട്ടം നമുക്ക് മാറി. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ട്, പക്ഷേ എന്തൊക്കെയോ പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് കഴിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് വിശപ്പുണ്ട്, ഇനി ചില്ലറ പൈസ ഉണ്ടെങ്കിൽ പോലും വിഭവങ്ങൾ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മളൊരു കാലത്ത് പറഞ്ഞിരുന്നു മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ അങ്ങനെ ഒരു പാടൽ, അങ്ങനെ ഒരു മുദ്രാവാക്യ ഗാനം പാടലൊന്നും ഒരു അനിവാര്യമായിട്ട് വരുന്നില്ല. പക്ഷേ ഇന്ന് എന്താണ് പ്രശ്നം? എരിയുന്ന പൊരിയുന്ന വയറിൻ്റെ തീയാണോ പ്രശ്നം? അല്ല, ഇന്ന് മതമാണ് പ്രശ്നം. ശരിയല്ലേ? മതമാണ് പ്രശ്നം. അതിനകത്ത് എന്തെങ്കിലും തർക്കം നിങ്ങൾക്കുണ്ടോ? ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ, അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ മുസ്ലിമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അഡ്വക്കേറ്റ് ഷംസീർ ഒരു പ്രഭാഷണത്തിൽ ഗണപതി മിത്താണെന്ന് പറയുന്നു. കേരളത്തിൽ ഉടനീളം വലിയ പ്രക്ഷോഭങ്ങളും വലിയ വിവാദങ്ങളും ചർച്ചകളും ഡിബേറ്റുകളൊക്കെ നടന്നു. എന്തിനേറെ പ്രാക്ടിക്കൽ മുസ്ലിം അല്ലാത്ത ഷംസീറിനെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞാണ് ശരിക്കും ആക്ഷേപിച്ചത്. ഇടതടവില്ലാത്ത തരത്തിലുള്ള ചർച്ചകളായിരുന്നു. ഒരുപാട് ഈ ഫേസ്ബുക്ക് പേജിൽ മാത്രമല്ല ചാനലുകളൊക്കെ ചർച്ചയായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ് ശബരിമല ഐതിഹ്യം? അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് തന്നെ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അവിടെ യുവതികൾക്ക് പ്രവേശിക്കാം എന്നാണ് മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം. എന്നാണ് മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ വിവാഹം കഴിക്കുന്നത്? അത് കന്നി അയ്യപ്പൻ മലകേറി വരാത്തൊരു കാലഘട്ടം വരും എന്നുള്ളതാണ്. പ്രളയകാലത്താണെന്ന് എൻ്റെ ഓർമ്മ, പ്രളയകാലത്താണോ അതല്ല കൊറോണ കാലത്താണോ അറിയത്തില്ല, സ്വരാജ് നടത്തിയൊരു പ്രഭാഷണം. ഇപ്പം ഏതായിരുന്നാലും കന്നി അയ്യപ്പൻ മലകേറി ചെല്ലുന്നില്ല, നിലവിലുള്ള സാഹചര്യം കൊണ്ട്. അതുകൊണ്ട് മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ വിവാഹം കഴിച്ചു, ഇനി യുവതികൾക്കൊക്കെ പ്രവേശിക്കാം എന്ന തരത്തിൽ ഒരു പ്രഭാഷണം നടത്തി. അത് ആ സമയത്തൊക്കെ ചില ചർച്ചകൾ നടന്നു എന്നതിനപ്പുറത്തേക്ക് ഷംസീറിൻ്റെ സമുദായം പറഞ്ഞ് ആക്ഷേപിക്കുന്ന രൂപത്തിൽ ആ ഒരു വലിയ വിവാദത്തിലേക്ക് സ്വരാജിൻ്റെ പ്രഭാഷണം പോയിട്ടില്ല എന്നുള്ള അത്ഭുതം. റഹീമോ അതുപോലെ തന്നെ റിയാസോ ഒന്നും നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിശ്വാസങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളെല്ലാവരെയൊക്കെ അവർ തനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. പലപ്പോഴും റഹീമിനെയൊക്കെ അതുപോലെ തന്നെ റിയാസിനെയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച നേതാക്കന്മാരായിട്ട് പോലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലെ ഏജന്റുമാരാണെന്ന് ഇഷ്ടംപോലെ ആക്ഷേപങ്ങൾ ചാനൽ ചർച്ചയിൽ, അല്ലാതെ സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ പത്രസമ്മേളനങ്ങളൊക്കെ ഇതൊക്കെ പറയുമ്പം ഇവിടെ എന്താണ് ഇവരൊക്കെ ഒരു മതത്തെ ഫോളോ ചെയ്യാത്ത ആളുകളായിട്ട് പോലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായ വാക്താക്കളായിട്ട് പോലും ഇവരിൽ നിങ്ങൾ കണ്ട ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏജന്റുമാരാണെന്ന് പറയാൻ അവരിൽ കണ്ട ഗുണങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ ഒന്നുമല്ല, അവരുടെ പേര് തന്നെയാണ്, അല്ലേ? അവരുടെ പേര് തന്നെയാണ് അവരങ്ങനെ പറയാനുള്ള കാരണം. ഷംസീറിനും റിയാസിനും റഹീമിനും ഒക്കെ പോപ്പുലർ ഫ്രണ്ട് ഏജന്റുമാരുടെ ആ പട്ടം കൊടുക്കുമ്പോൾ സ്വരാജിനെ എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത്? MP രാജേഷിനെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നത്? സത്യത്തിൽ ഇത് മതമല്ലേ? ഇവിടെ പ്രശ്നമായി വരുന്നത് ഇവരുടെയൊക്കെ മതമല്ലേ? അതായത് ഒരാൾ പ്രാക്ടിക്കൽ മുസ്ലിമീങ്ങളല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് ഒരു സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് മതം തന്നെയല്ലേ പ്രശ്നം? സത്യത്തിൽ ഇത് മതമല്ലേ? ഇവിടെ പ്രശ്നമായി വരുന്നത് ഇവരുടെയൊക്കെ മതമല്ലേ? അതായത് ഒരാൾ പ്രാക്ടിക്കൽ മുസ്ലിമീങ്ങളല്ലെങ്കിൽ പോലും
അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് ഒരു സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് മതം തന്നെയല്ലേ പ്രശ്നം? വയോവൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടി മാട്ടിറച്ചി മേടിച്ചുകൊണ്ട് വരുമ്പം അദ്ദേഹത്തെ മാംസത്തിൻ്റെ പേരിൽ, പശുമാംസത്തിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നത് മതമല്ലേ പ്രശ്നം? സ്വന്തം അഭിപ്രായം തൻ്റെ കൈപ്പടയിൽ എഴുതിയതിൻ്റെ പേരിൽ ഗൗരി ലങ്കേഷിൻ്റെ നെഞ്ചു തുളക്കുന്നതിൽ മതം തന്നെയല്ലേ പ്രശ്നം? ഒരു വലിയ ഇവൻ്റ്, വലിയ ആഘോഷം, ഒരു സമൂഹത്തിൻ്റെ സർവാധരണീയനായ ഒരു മഹാത്മാവിൻ്റെ പേരിൽ നടക്കുന്ന വലിയ ഒരു ആഘോഷം വരുന്ന സമയത്ത് പള്ളികളും മറ്റ് ആരാധനാലയങ്ങളും ഒക്കെ ചാക്കിട്ട് മൂടണമെങ്കിൽ അവിടെ മതമല്ലേ പ്രശ്നം ഞാൻ ചോദിക്കുകയാണ്. എന്തിനേറെ പറയണം, പെരുന്നാളിൻ്റെ തലേന്ന് 19കാരനായ ജുനൈദ് ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോൾ തലയിൽ കിടക്കുന്ന തൊപ്പി കാണുമ്പോൾ ആ മനുഷ്യനെ അങ്ങ് തല്ലിക്കൊല്ലണമെന്ന് തോന്നിയാൽ അവിടെ മതമല്ലേ പ്രശ്നം? ക്രൈസ്തവ മിഷണറി പ്രവർത്തകനായ ഗ്രഹാം സ്റ്റെയിനെ അദ്ദേഹത്തിൻ്റെ കാറിലിട്ട് 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായിട്ട് കത്തിച്ച് കളഞ്ഞല്ലോ. അവിടെ മതമല്ലേ വർക്ക് ചെയ്തത്? മതമല്ലേ പ്രശ്നം ചോദിക്കുക, മതമല്ലേ പ്രശ്നം? അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? മതം തന്നെയാണ് പ്രശ്നം. ഒരു സമൂഹത്തിൻ്റെ ആരാധനാലയങ്ങൾ തച്ചു തകർത്ത് അവിടെ മറ്റേ എന്തിനേറെ ഇപ്പോൾ ഈ അടുത്ത് ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെ പറഞ്ഞു, ചരിത്രപരമായി ബാബരി മസ്ജിദ് നിർമ്മിച്ചത് ഒരു തരത്തിലും ഒരു ആരാധനാലയം തകർത്തിട്ടല്ല എന്ന് ശ്രീജിത്ത് പണിക്കർ തന്നെ ഈ അടുത്തൊരു ഇൻ്റർവ്യൂ പറഞ്ഞു. ചരിത്രപരമായി തെളിവില്ല, മറ്റൊരു തെളിവ് എന്തായാലും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി? ആരുടെ വികാരത്തിന് വേണ്ടി? ഇപ്പോൾ ബാപ്പനെ കേട്ടിരിക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മതമല്ല പ്രശ്നം എന്ന് പറയുമ്പോൾ മതം തന്നെ പ്രശ്നമായി വരുന്നൊരു കാലഘട്ടമല്ലേ നമുക്കുള്ളത്? 10,000-കണക്കിന് വരുന്ന മനുഷ്യർക്ക് ജീവൻ നഷ്ടമായത്, അവർക്ക് അവരുടെ സ്വഭാവനങ്ങൾ നഷ്ടമായത് എന്തിൻ്റെ പേരിലാണ്? മതത്തിൻ്റെ പേരിലല്ലേ? ജോലി നഷ്ടമായവരുണ്ട്, വീട് നഷ്ടമായവരുണ്ട്, അവരുടെ ആത്മാഭിമാനം നഷ്ടമായവരുണ്ട്. ബിൽക്കിസ് ബാനുവിൻ്റെയൊക്കെ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ അത് മുസ്ലിമീങ്ങൾ എഴുതിയല്ല, സഹോദര സമുദായത്തിൽപ്പെട്ടവർ എഴുതിയവർ തന്നെ. 100 മനുഷ്യരാണ് ഒരു ഗർഭിണിയായ പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നത്, അവരുടെ പറക്കമുറ്റാത്ത കുഞ്ഞിനെ തുണി കഴുകുന്ന കല്ലിൽ നിഷ്ഠൂരമായി അടിച്ചു കൊല്ലുന്നത്. ഇതെല്ലാം ഈ രാജ്യത്ത് നടന്ന സംഗതിയാണ്. ഇതെന്തിൻ്റെ പേരിലാണ്? എന്തിൻ്റെ പേരിലാണ്? മതത്തിൻ്റെ പേരിലാണ് അല്ലേ? അപ്പം നിങ്ങൾ മതമല്ല ഇവിടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ മതം തന്നെയല്ലേ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? മതത്തിൻ്റെ പേരിലല്ലേ മനുഷ്യർ കൊല്ലപ്പെടുന്നത്? മതത്തിൻ്റെ പേരിലല്ലേ മനുഷ്യനെ കൊന്നിട്ടുള്ളത്? മതത്തിൻ്റെ പേരിലല്ലേ മനുഷ്യരുടെ വീടുകൾ ധ്വംസിക്കപ്പെട്ടത്? മതത്തിൻ്റെ പേരിലെ ആരാധനാലയങ്ങൾ മറച്ചു വെക്കപ്പെടേണ്ടി വരുന്നത്? മതത്തിൻ്റെ പേരിലല്ലേ പട്ടാപ്പകൽ മനുഷ്യർക്ക് അവരുടെ ഈ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തത്? ഒരു മനുഷ്യൻ്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത്, ഒരു മനുഷ്യൻ അവൻ വിശ്വസിക്കുന്ന ആശയത്തെ ഉൾക്കൊള്ളുക, അതിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ മുറുകെ പിടിക്കുക, ആ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഭരണഘടനയെ സംരക്ഷിക്കൽ കൂടിയാണ്. കാരണം ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ മതസ്വാതന്ത്ര്യത്തെ ധ്വംസിക്കപ്പെടാതെ ആ മതസ്വാതന്ത്ര്യത്തെ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അനുവദിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഭരണഘടന തന്നെയാണ് അംഗീകരിക്കുക, ഭരണഘടന തന്നെ സംരക്ഷിക്കപ്പെടുക. ഇനി നിങ്ങൾക്ക് അതിനെ കൃത്യമായി മറുപടി പറയും. ഞാൻ പറഞ്ഞത് അബദ്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാം.